Hi all, welcome to Once. നമ്മൾ ഇന്ന് മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: Can it be possible for a graph having 9 vertices, each of which has exactly 3 edges? അതായത് ഒരു ഗ്രാഫിന് 9 vertices ഉണ്ട്, ഓരോ വെർട്ടെക്സിനും 3 എഡ്ജ് വെച്ച് വരുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കോളൂ, നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാൻഡ് ഷേക്കിംഗ് ലെമ്മയാണ്. To determine if a graph with 9 vertices, each having of degree 3, can exist, we apply handshaking lemma. Handshaking lemma apply ചെയ്യുന്നു. Handshaking lemma പറയുന്നതാണ്: The handshaking lemma states that for any finite undirected graph, the sum of degrees of all vertices exactly the twice number of edges. So here it is. That is sigma I is equal to 1 to n, degree of vi equal to 2 into e. ഇവിടുത്തെ കേസിൽ അതായത് പറയുന്ന ഇത്രയേ ഉള്ളൂ, ഈ ഡിഗ്രി ഓഫ് വേർട്ടീസസ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഈവൺ നമ്പർ ആയിരിക്കണം. പക്ഷെ ഇവിടുത്തെ കേസിൽ ഈവൺ നമ്പർ ആണോ? നോക്കേ, എല്ലാ വേർട്ടെക്സിനും ഡിഗ്രി 3 അതായത് 9 വേർട്ടീസസ് ഹാസ് ഡിഗ്രി 3. സോ 9 into 3 equal to 27 is not an even number. Okay, that is why it is impossible a graph having 9 vertices, each of which has exactly 3 edges. So വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. Is it possible to have a graph with 12 vertices such that 2 vertices are of degree 3 and the remaining are of degree 4? Justify എന്ന് പറയുമ്പോൾ നമ്മൾ റീസൺ എഴുതി പോകുന്നേ. ഇതെല്ലാം ഹാൻഡ് ഷേക്കിംഗ് തിയറത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. According to the handshaking lemma, the sum of the degrees of all vertices must be an even number. That is sigma I is equal to 1 to n, degree of vi equal to 2 into e. That means even number ആയിരിക്കണം അല്ലേ? That means രണ്ട് വേർട്ടെക്സിന്റെ ഡിഗ്രി 3 ആണ്, ബാക്കിയുള്ള എല്ലാ വേർട്ടീസസിന്റെ ഡിഗ്രി 4 ആണ്. ടോട്ടൽ 12 വേർട്ടീസസ് ഉണ്ട്. സോ 2 into 3 plus 10 into 4 equal to 2 into e. That is 46 is equal to twice e. So 46 by 2, that is e equal to 23. ഓക്കെ, അപ്പൊ 23 എന്ന് പറയുന്ന എഡ്ജസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 23 എഡ്ജസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. യെസ്, ഇറ്റ് ഇസ് പോസിബിൾ. ദ സം ഓഫ് ദ ഡിഗ്രി ഈസ് ഈവൺ, വിച്ച് സാറ്റിസ്ഫൈസ് ദ ഫണ്ടമെന്റൽ റിക്വയർമെന്റ് ഫോർ എ ഗ്രാഫ് ടു എക്സിസ്റ്റ്. Especially, a graph with these properties would have exist 23 edges. So ഇവിടെ ഡയറക്റ്റ് തന്നെ പറഞ്ഞു പോയേക്കാണ്ട് എല്ലാ കാര്യം, കാരണം നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ 2 into 3 plus 10 into 4 equal to 2 into e. That means ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈവൺ നമ്പർ ആയതുകൊണ്ടാണ്. ഓഡ് നമ്പർ ആവുകയാണെങ്കിൽ that means it does not exist. Define isolated vertex, pendant vertex, even vertex and odd vertex. Draw a graph that contains all the vertices, all the above. Isolated vertex, a vertex with a degree 0, and a pendant vertex, which means that a vertex with a degree 1. Even vertex, a vertex whose degree is an even number. That is 0, 2, 4, etc. Note that an isolated vertex is technically an even vertex. ഐസൊലേറ്റഡ് വേർട്ടെക്സിനെ നമ്മൾ ടെക്നിക്കലി ഈവൻ വേർട്ടെക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓഡ് വേർട്ടെക്സ്, എ വേർട്ടെക്സ് ഹൂസ് ഡിഗ്രി ഈസ് ആൻ ഓഡ് നമ്പർ. ഫോർ എക്സാമ്പിൾ 1, 3, 5, etc. എ പെൻഡന്റ് വേർട്ടെക്സ് ഇസ് ഓൾവേസ് ആൻ എ ഓഡ് വേർട്ടെക്സ്. സോ ഡെഫിനിഷൻസ് ആണ്. ഈ ഡെഫിനിഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 ഡെഫിനിഷൻ: ഐസൊലേറ്റഡ്, പെൻഡന്റ്, ഈവൻ, ഓഡ് വേർട്ടെക്സ്. ഓക്കെ, സോ ഇതിനൊരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം. So here is one of the example. നമുക്കൊരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഗ്രാഫിന് G എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫിൻ്റെ അകത്ത് ഓഡ് വേർട്ടെക്സ് വേണം, ഓക്കെ, ആൻഡ് ഒരു പെൻഡന്റ് വേർട്ടെക്സ് വേണം. അതേപോലെ തന്നെ ഈവൻ വേർട്ടെക്സ് വേണം. V1, V2, V3, V4, V5, V6. ഓക്കെ, so here the vertex V1 degree 2, V2 ന്റെ degree 2 ആണ്, V3 ന്റെ degree എന്ന് പറയുന്നത് 0 ആണ്, V6 എന്ന് പറയുന്നത് degree എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ്. But whereas in V5 and V4, which is ഈ odd degree, because V5 ന്റെ degree 3 ആണ്, V4 ന്റെ degree 1 ആണ്. Okay, so ഇവിടുത്തെ കേസിൽ set V1, V2, V3 and V6 is an even vertex. Okay,
ഈവൻ വെർട്ടെക്സ് ആണ്. ആൻഡ് സെറ്റ് v5, v4 which is an odd vertex. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ പെൻഡന്റ് വെർട്ടെക്സ് ആരാ? v5. ഓക്കെ, v5 not v5, v4 is the pendant vertex. Okay, v3 is the isolated vertex. ഒറ്റക്കുന്നവരെയാണ് കേട്ടോ ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആണ്. So that's it. And state and prove handshaking theorem. That is our question number 4. If G is a graph with E edges and n vertices v1, v2, etc. vn, then sigma I is equal to 1 to n, degree of vi equal to 2 into e. ഇപ്പൊ ഇവിടുത്തെ കേസിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് അവർ പറഞ്ഞു പോയിരിക്കുന്നത്. ഒരു ഹാൻഡ് ഷേക്കിംഗ് തിയറം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതായത് ഫസ്റ്റ് തിയറം ആണ് ഗ്രാഫ് തിയറിയിലെ. ആൻഡ് ദിസ് ഇസ് ഓൾസോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫസ്റ്റ് തിയറം ഓഫ് ഗ്രാഫ് തിയറി ആൻഡ് ഓയിലേഴ്സ് തിയറം. ഓക്കെ, ഓയിലേഴ്സ് തിയറം എന്നും അങ്ങനെ 3 പേരിൽ ഈ തിയറം അറിയപ്പെടാറുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ഹാൻഡ് ഷേക്കിംഗ് തിയറം എന്ന് പറയുന്നത്. ഇഫ് ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫിന്റെ അകത്ത് ഇ എഡ്ജസ് ഉണ്ട്, n വേർട്ടീസസ് ഉണ്ട്, v1, v2, etc. vn, then sigma I is equal to 1 to n, degree of vi equal to 2 into e എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് സം ഓഫ് ഡിഗ്രി which is equal to twice the number of edges or more sum of degree is an even number. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു എഡ്ജ് എടുത്ത ആ എഡ്ജ് ഒരു എഡ്ജിന്റെ ഒരു പ്രത്യേകത, ആ എഡ്ജിന്റെ എൻഡ് വേർട്ടീസസുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു എഡ്ജ് ഒരു വേർട്ടെക്സിന് 1 ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, മറ്റേ എൻഡ് വേർട്ടെക്സിന് വീണ്ടും 1 ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു എഡ്ജ് എടുത്തു കഴിഞ്ഞാൽ 2 ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എത്രയാ? 2 ആയിട്ട്. അങ്ങനെ ഈ എഡ്ജുകൾ ഉണ്ടെങ്കിൽ 2 ഇൻറ്റു ഈ എഡ്ജ് അത്രയും ഡിഗ്രി ആയിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഒരു എഡ്ജ് എടുത്താൽ ആ എഡ്ജിന്റെ 2 എൻഡ് വേർട്ടീസസുകൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ എഡ്ജ് 1 degree to one of the end vertex and another 1 degree to the other end vertex. അപ്പൊ ഒരു എഡ്ജ് എത്രക്ക് ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? 1 + 1 2 ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്ന കേസിൽ ഒരു എഡ്ജ് നമുക്ക് 2 ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഈ നമ്പർ ഓഫ് എഡ്ജസ് ഉണ്ട്. ഈ നമ്പർ ഓഫ് എഡ്ജസുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യണത് 2 into e ആയിരിക്കും. അതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്തേക്കുന്നത്. Each edge contribute 1 degree to each of its end vertices. That is, each edge contribute 2 to the sum of the degrees of vertices. Also, a loop contribute 2 to the sum of the degrees. ലൂപ്പ് അറിയാലോ, അതേ വെർട്ടെക്സിൽ നിന്ന് തുടങ്ങി അതേ വെർട്ടെക്സിൽ എത്തുന്ന എഡ്ജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലൂപ്പ് എന്ന് പറയുന്നത്. Hence, the sum of degrees of all the vertices becomes twice the number of edges. So, ഇവിടുത്തെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, 2 ആണ് ഒരു എഡ്ജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ എഡ്ജസ് ഉണ്ടെങ്കിൽ ഈ എഡ്ജസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 2 into e ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് അവർ ഹാൻഡ് ഷേക്കിംഗ് തിയറം. നെക്സ്റ്റ്, പ്രൂവ് ദാറ്റ് ദ നമ്പർ ഓഫ് ഓഡ് ഡിഗ്രി വേർട്ടീസസ് ഇസ് ഓൾവേസ് ഈവൻ. ഓഡ് ഡിഗ്രി വേർട്ടീസസ്, അതായത് ഒരു ഗ്രാഫിന്റെ അകത്ത് ഈവൻ ഡിഗ്രി വെർട്ടെക്സ് ഉണ്ടാവും, ഓഡ് ഡിഗ്രി വെർട്ടെക്സ് ഉണ്ടാവും. അപ്പൊ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാൻഡ് ഷേക്കിംഗ് തിയറം തന്നെയാണ്, അല്ലെങ്കിൽ ഹാൻഡ് ഷേക്കിംഗ് ലെമ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫോർ എനി ഗ്രാഫ് G is equal to VE, the sum of degrees of all vertices is equal to twice the number of edges. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, that is sigma V belongs to capital V, degree of V. Degree of V ന് ഈ നൊട്ടേഷൻ ഉപയോഗിക്കുക കേട്ടോ, 2 ഉപയോഗിക്കുക. ഡിഗ്രി ഓഫ് V ഈക്വൽ ടു 2 into കാർഡിനാലിറ്റി ഓഫ് V, എത്ര എഡ്ജുകൾ ഉണ്ടോന്നോ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ആദ്യം വേർട്ടീസസുകളെ ഈവൻ ഡിഗ്രി വേർട്ടീസസുകളും ഓഡ് ഡിഗ്രി വേർട്ടീസസുകളും ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. അതാണ് കേട്ടോ ഇവിടെ എഴുതിയേക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 2 കാറ്റഗറൈസേഷൻ വെർട്ടെക്സ് സെറ്റിൽ തന്നെ വന്നു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓഡ് ഡിഗ്രി വെർട്ടെക്സും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈവൻ ഡിഗ്രി വെർട്ടീസസ്. അപ്പോൾ ഓഡ് ഡിഗ്രീസിന്റെ സമ്മും ഈവൻ ഡിഗ്രീസിന്റെ സമ്മും ദാ
ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഓഡ് ഡിഗ്രീസിന്റെ സമ്മാണ്. ഓക്കെ, അതേപോലെ ഇത് ഈവൻ ഡിഗ്രീസിന്റെ സമ്മും. ഓക്കെ, അങ്ങനെ ദ സം ഓഫ് ഓഡ് ഡിഗ്രി പ്ലസ് സം ഓഫ് ഈവൻ ഡിഗ്രി ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സം ഓഫ് ഈവൻ ഡിഗ്രി എന്ന് പറയുമ്പോൾ എല്ലാ ഡിഗ്രീസും ഈവണാ. ഈവൺ നമ്പേഴ്സ് എത്ര പ്രാവശ്യം ആഡ് ചെയ്താലും ഈവൺ നമ്പർ തന്നെ നമുക്ക് കിട്ടുള്ളൂ. അതായത് ഈ ഫസ്റ്റ് ടേം, ഇപ്പൊ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ ഫസ്റ്റ് ടേം ഫുള്ളായിട്ട് ഈവൺ നമ്പറാണ്. ഇതിനെ ഞാൻ അങ്ങനെ തന്നെ ഈ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് സം ഓഫ് ഓഡ് ഡിഗ്രി ഈക്വൽ ടു 2 cardinality of E minus sigma degree of E where V belongs to even degree vertex. ഓക്കെ, അപ്പൊ അതാണ് അവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഇക്വേഷന്റെ ഇപ്പൊ എഴുതിയേക്കുന്ന ഇക്വേഷൻ അല്ലേ, അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈവൺ നമ്പറാ. റീസൺ 2 into cardinality of E എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആണ്. അതേപോലെ സിഗ്മ V belongs to V ഈവൺ ഡിഗ്രി ഓഫ് E എന്ന് പറയുന്നതും ഈവൺ നമ്പർ ആണ്. അതിൽ നിന്ന് നോക്കി, ഒരു ഈവൺ നമ്പറിൽ നിന്ന് മറ്റൊരു ഈവൺ നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ? വീണ്ടും ഒരു ഈവൺ നമ്പറേ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് ഫുള്ളായിട്ട് ഈവൺ നമ്പർ കിട്ടിയേക്കുന്നു. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതായത് ഓഡ് ഡിഗ്രി വേർട്ടീസസിന്റെ സം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഈവൺ നമ്പർ കിട്ടുന്നു. ഓഡ് ഡിഗ്രി വേർട്ടീസസ് അതായത് ഡിഗ്രീസ് ഓഡ് ഉള്ളവര്, ഓഡ് ഡിഗ്രി വേർട്ടീസസ് മീൻസ് ഡിഗ്രീസ് ഓഡ് ഉള്ളവര്, അവരുടെ ഡിഗ്രീസ് സം ചെയ്യുമ്പോൾ നമുക്കൊരു ഈവൺ നമ്പർ കിട്ടുന്നു. എപ്പോഴാ ഓഡ് നമ്പേഴ്സ് എത്ര പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴോ ഒരു ഈവൺ നമ്പർ കിട്ടുന്നേ? 1ഉം 3യും ഓഡ് ഡിഗ്രീസ് ആണെന്ന് വിചാരിച്ചോക്കുക. 1 + 3 4 ഒരു ഈവൺ നമ്പറാ അല്ലെ. 1ഉം 3യും 5ഉം ഒരു ഈവൺ ഓഡ് ഡിഗ്രി വേർട്ടീസ് ഓഡ് ഡിഗ്രീസ് ആണെന്ന് വിചാരിച്ചോക്കുക. അപ്പൊ 1 + 3 + 5 എത്ര നമുക്ക് കിട്ടി? 9 കിട്ടി. ഓഡ് ടൈംസ് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ ഓഡ് നമ്പറേ കിട്ടുള്ളൂ. ഓഡ് ടൈംസ് മീൻസ് 1 3 5 എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം അല്ലെ. അപ്പൊ ഓഡ് ടൈംസ് ഓഡ് ഡിഗ്രീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡ് നമ്പറേ കിട്ടുള്ളൂ. ബട്ട് വേറാസ് നമ്മൾ പോവാണ് ഈ ഈവൺ ടൈംസ് ഓഡ് ഡിഗ്രീസ് ആഡ് ചെയ്യുക. ഈവൺ ടൈംസ് എന്ന് പറയുമ്പോൾ 1 3 5 7. ഓക്കെ, നമുക്ക് എത്ര കിട്ടും? 16 കിട്ടും അല്ലേ. അപ്പൊ ഇവിടുത്തെ കേസിൽ ഈവൺ ടൈംസ് ഓഡ് ഡിഗ്രീസ് ആഡ് ചെയ്താലാണ് ഈവൺ നമ്പർ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഓഡ് ഡിഗ്രി വേർട്ടീസസിന്റെ കൗണ്ട് ഈവൺ നമ്പർ ആണ്. അതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സിൻസ് an even number minus an even number always result an even number, we conclude that this sigma V belongs to V, capital V, degree of V, which is equal to even number. So what we concluded it is number of vertices of odd degree is always even. Okay, next we have a theorem. That theorem, what is exactly we want to prove it is a simple graph with n vertices and k components can have at most n minus k times n minus k plus 1/2 edges. ഇത്രയും നമ്മൾ ചോദിക്കാറുള്ളതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ ഒരു സെഷൻ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ കട്ട് ഷോർട്ട് പ്രൂഫ് ആണ് വന്നിരിക്കുന്നത്. കട്ട് ഷോർട്ട് പ്രൂഫ്, ഇത് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് എന്നായിരിക്കും ഈ ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്ത് ചോദിക്കുക കേട്ടോ. പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ ഷോ ദാറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നോക്കി പോകണം, കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണത്. Let the number of vertices in each of the k components of a graph G be n1, n2, etc. nk. Thus, we have total number of vertices is n, right? n1 plus n2 plus etc. plus nk equal to n. That is ni greater than or equal to 1 for all the components. The proof of the theorem depends on an algebraic inequality. That is sigma I is equal to 1 to k ni square less than or equal to n square minus k minus 1 times 2n minus k. Now the maximum number of edges in each ith component of G, which is a simple connected graph, is 1/2 times ni minus 1. അതായത് മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗ്രാഫിൻ്റെയാണ്. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇവിടെ k കമ്പോണൻസ് ഉള്ളതുകൊണ്ട് ith കമ്പോണന്റ് എടുക്കുകയാണ്. ith കമ്പോണന്റിൽ ni വേർട്ടീസസുകളുണ്ട്.
maximum number of edges in the ith component equal to ni times ni minus 1 divided by 2. Okay, അതായത് കംപ്ലീറ്റ് ഗ്രാഫിന്റെ നമ്പർ ഓഫ് എഡ്ജസിന് തുല്യമായിട്ടാണ് വരുന്നത്. Therefore, the maximum number of edges in G, which is that 1 by 2 times maximum number of edges എടുക്കണ്ട, sigma I is equal to 1 to k ni times ni minus 1. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ni കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ ചെറിയൊരു റീഅറേഞ്ച്മെന്റ് വരുത്തുന്നു, അതിനുശേഷം നോക്കിക്കോളൂ കേട്ടോ, ni സ്ക്വയർ, അതിനുശേഷം ചെയ്യുന്നത് ഇവിടെ വരുന്ന സിഗ്മ ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ടേം വരെ സിഗ്മ ഈസ് ഈക്വൽ ടു 1 to k ni വരിക. സിഗ്മ ഈസ് ഈക്വൽ ടു 1 to k എന്ന് പറഞ്ഞാൽ n1 പ്ലസ് n2 പ്ലസ് എക്സെട്ര പ്ലസ് n k ഈക്വൽ ടു n. അതുകൊണ്ട് n കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു കേട്ടോ. അതിനുശേഷം ഈ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുന്നു, ഈ ഇനീക്വാളിറ്റി അങ്ങനെ തന്നെ ഡാറ്റ അപ്ലൈ ചെയ്യുന്നു, റീഅറേഞ്ച് ചെയ്യുന്നു, ഫൈനൽ ആൻസർ എത്തുന്നു. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഇസ് എക്സാക്ട്ലി വി വാണ്ട് ടു പ്രൂവ് ഹിയർ. ഇവിടെ മാത്രമാണ് ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഇതിന്റെ അകത്തേക്ക് ഈ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഈ ആൾജിബ്രായിക് ഇനീക്വാളിറ്റി ഇവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിനകത്ത് ബ്രാക്കറ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത ഫൈനൽ ആൻസർ എത്തും. ഓക്കെ, നെക്സ്റ്റ് വി മൂവ് ഓൺ ടു a definition of walk, path and circuit. Okay, it is very clearly mentioned that a walk is the most general sequence of vertices and edges. It is a finite sequence of v0, e1, v1, e2, v2, etc. en, vn. I mean, it's a sequence of vertices and edges. Okay, so the key rule is vertices and edges can be repeated. It can be repeated for the case of a walk. Example, in a graph where the vertices A, B, Z, okay, we are traveling from the vertex A to B, B to C, C to B, B to A. Here the edge A, B and the vertex B are visited more than once because ABC അല്ലേ, നമുക്ക് ABC ഒന്ന് just plot ചെയ്ത് നോക്കാം. A and here it is B and here it is C. Okay, so the movement from A to B, okay, B to C, okay, then C to B, okay, this is also possible. Okay, and B to A, this is also a possible case. Or you can represent this graph by the same thing. Here it is. A, B, C and the path. The path is mentioned here. Okay, next we have the definition of a path. A path is a specific type of walk. There is no vertex is repeated and consequently no edge is repeated. So here is the concept. The path is a specific type of a walk. It's a specific type. Definitely it's a walk. It's a specification there. Every vertex in the sequence must be distinct. റെപ്പിറ്റേഷൻ പാടില്ല അത്രേ. ഓക്കെ, സോ ഇവിടുത്തെ എക്സാമ്പിൾ പറയുന്നത് എന്ന് ബിയിൽ പോവാ, ബിന്ന് സി പോവാ, പിന്നെ എങ്ങും തിരിച്ചു വരാൻ പാടില്ല, റിപ്പീറ്റ് ചെയ്ത് പോകാൻ പാടില്ല. എ ടു ബി, ബി ടു സി. ഓക്കെ, ദെൻ സർക്യൂട്ട്. സർക്യൂട്ട് ഇസ് ഓൾസോ അനദർ ഡെഫിനിഷൻ. എ സർക്യൂട്ട് ഇസ് എ walk that begins and ends at the same vertex. Begin ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും സെയിം വേർട്ടെക്സിൽ തന്നെ ആയിരിക്കണം. Key rule, the first and the last vertices are identical. V not equal to Vn. That means starting vertex and ending vertex same ആയിരിക്കണം. But edges and intermediate vertices can be repeated unless it is specified as a simple circuit. Simple circuit എന്ന് പറയുവാണെങ്കിലാണ് സിമ്പിൾ സർക്യൂട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക Cn വെച്ചിട്ട്. n is the number of vertices. For example, we have a C4. C4 is the 4 vertices the graph with the 4 edges. Okay, so in this case the starting vertex V1, V2, V3, V4 and the ending vertex is also V1. V1 start ചെയ്തു, അത് end ചെയ്യുന്നത് V1 തന്നെയാണ്. So what we can say that this is a definition of a circuit. Okay, define complete graph and complete bipartite graph. So here is the definition for a complete graph. A complete graph is a simple undirected graph in which every pair of distinct vertices is connected by a unique edge.
In other words, every vertex is directly connected to every other vertex in a graph and is denoted by kn. അതായത് നമുക്ക് 4 വേർട്ടെക്സിൽ കംപ്ലീറ്റ് ഗ്രാഫ് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം 4 വേർട്ടെക്സുകൾ പ്ലോട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഏതെങ്കിലും ഒരു വേർട്ടെക്സ് പിടിക്കുക, ആ വേർട്ടെക്സിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ വേർട്ടീസസിലേക്കും എഡ്ജ് വരയ്ക്കുക. നെക്സ്റ്റ് അടുത്ത വേർട്ടെക്സ് എടുക്കുക, ആ വേർട്ടെക്സിൽ നിന്ന് എഡ്ജ് കണക്ട് ആവാത്ത ബാക്കിയുള്ള എല്ലാ വേർട്ടീസസിലേക്കും കണക്ട് ചെയ്യുക. അങ്ങനെ എല്ലാ വേർട്ടെക്സുകളും എടുക്കുക, ആ വേർട്ടെക്സുകൾ മറ്റുള്ള എല്ലാ വേർട്ടീസസുമായിട്ട് എഡ്ജ് ഉപയോഗിച്ചുകൊണ്ട് വൺസ് ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ, വൺസ് എഡ്ജ് ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആ ഗ്രാഫിനെയാണ് കംപ്ലീറ്റ് ഗ്രാഫ് ഡിനോട്ട് ചെയ്യുന്നത് kn ആയിരിക്കും. ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ശരിയാണോ എന്ന് അറിയാനായിട്ട് കംപ്ലീറ്റ് ഗ്രാഫ് kn n വേർട്ടെക്സ് ഉണ്ടെങ്കിൽ ഓരോ വേർട്ടെക്സിന്റെ ഡിഗ്രി n-1 ആയിരിക്കും. ഇപ്പൊ K4 ആണ് കംപ്ലീറ്റ് ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നതെങ്കിൽ ആ കംപ്ലീറ്റ് ഗ്രാഫിന്റെ അത് K4ന്റെ അകത്ത് 4-1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വേർട്ടെക്സിന്റെ ഡിഗ്രി 3 ആയിരിക്കും. ഓക്കെ, ഇതിന് ഞാൻ കംപ്ലീറ്റ് ഗ്രാഫ് kn ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. K4 വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. K4 എന്ന് പറഞ്ഞ ഗ്രാഫ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 വേർട്ടെക്സ് പ്ലോട്ട് ചെയ്യുക. എത്ര വേർട്ടെക്സ് ഉണ്ടോ അത്രയും വേർട്ടെക്സുകൾ പ്ലോട്ട് ചെയ്യുക. V1, V2, V3, V4. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ V1 എന്ന് പറഞ്ഞ വേർട്ടെക്സ് എടുക്കുക, ആ വേർട്ടെക്സ് ബാക്കിയുള്ള എല്ലാ വേർട്ടെക്സുകളായിട്ടും അഡ്ജസ്റ്റന്റ് ആക്കുക. V1ന്റെ കേസ് എടുത്തു. V2 എന്ന് പറയുന്ന വേർട്ടെക്സ് എടുക്കുക, ആ വേർട്ടെക്സ് ബാക്കിയുള്ള എല്ലാ വേർട്ടീസസുകളായിട്ട് അഡ്ജസ്റ്റൻസി കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള എല്ലാ വേർട്ടെക്സ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 3 വേർട്ടെക്സുകൾ. ഇനി V3 എടുക്കുക, V3 ബാക്കിയുള്ള എല്ലാ വേർട്ടെക്സുകളായിട്ട് അഡ്ജസ്റ്റൻസി കൊണ്ടുവരിക. ഇത്രയേ ഉള്ളൂ. സോ ഇവിടുത്തെ കേസിൽ കംപ്ലീറ്റ് ഗ്രാഫ് K4 വന്നു. കാരണം V1 is adjacent to rest of the 3 vertices. V2 is also adjacent to the rest of the 3 vertices. V3, V4 are also adjacent with the rest of the 3 vertices than the respective vertex. So here is the case for a complete graph K4. You can also draw for a K5. K5ന്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 5 വേർട്ടെക്സും ബാക്കിയുള്ള ഈ അഡ്ജസൻസി. നിങ്ങൾ യൂഷ്വലി ചിന്തിക്കുന്ന K5 എന്നൊക്കെ പറയുമ്പോൾ 5 വേർട്ടെക്സ്. ഇപ്പൊ 4 വേർട്ടെക്സ് നമ്മൾ അറിയാവുന്നത് കൊണ്ടാണ് നമുക്ക് ഏകദേശം റെക്ടാങ്കിൾ ഷേപ്പ് ആണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഡെഫിനറ്റ്ലി നമ്മൾ ഈ തന്നിരിക്കുന്ന രീതിയിൽ വേർട്ടെക്സിനെ പ്ലോട്ട് ചെയ്യുന്നത്. K5 എന്ന് പറയുമ്പോൾ 5 വേർട്ടെക്സുകളാണ്. ആ 5 വേർട്ടെക്സുകൾ എല്ലാം നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നമ്മളിങ്ങനെ ഇത് വരയ്ക്കില്ലേ, ആ ഒരു ഫോർമാറ്റിൽ വീട് വരയ്ക്കില്ലേ, ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ പ്ലോട്ട് ചെയ്യും. K5ന്റെ കേസ് എത്തുമ്പോൾ ഇവിടെ ഒരു വെർട്ടെക്സ്, ഇവിടെ ഒരു വെർട്ടെക്സ്, ഇവിടെ ഒരു വെർട്ടെക്സ്, ഇവിടെ ഒരു വെർട്ടെക്സ്, ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ടോ. അപ്പോൾ അങ്ങനെ വരച്ച് പോയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ഫോളോയിങ് ഗ്രാഫ്സ് ആർ ഐസോമോർഫിക്. സോ ഐസോമോർഫിക് ആവാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് വേർട്ടീസസ് സെയിം ആയിരിക്കണം, നമ്പർ ഓഫ് എഡ്ജസ് സെയിം ആയിരിക്കണം, ഡിഗ്രി സീക്വൻസസ് സെയിം ആയിരിക്കണം, 1-to-1 correspondence between the vertices and the vertices of another graph, and edges will also for the case of a edges. Here is the simple example for this case. The vertex ABCD and E corresponds to the vertex V1, V2, V3, V4 and V5. So we have 2 graphs here, right? So A എന്ന് പറഞ്ഞ വേർട്ടെക്സ് V1 കറസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ, V1 എവിടെയുണ്ടെന്ന് നോക്കി, A എന്ന് പറഞ്ഞ വേർട്ടെക്സിന് V1. അപ്പൊ എയുടെ ഡിഗ്രി എത്രയെന്ന് നോക്കിയേ, 3 അല്ലേ. അപ്പൊ V1ന്റെ ഡിഗ്രി എത്രയെന്ന് നോക്കിയേ, 3 ആണോ. അപ്പോൾ അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഏറ്റവും എളുപ്പതാ ഡിഗ്രീസ് സെയിം ആവുന്ന രീതിയിൽ അഡ്ജസ്റ്റൻസി കൊണ്ടുവരാൻ നോക്കിയാൽ മതി. ഓക്കെ, ഇനി നേരെ നോക്കുമ്പോൾ C എന്ന് പറയുന്നുണ്ട് അല്ലെ. C എന്ന് പറയണതിന്റെ വേർട്ടെക്സ് ഡിഗ്രി 3 ആണ്. ഇവിടെ ഡിഗ്രി 3 വരുന്ന 2 വെർട്ടീസസുകളുണ്ട്, V4 ഉണ്ട്, V3 ഉണ്ട്. അപ്പൊ ഞാൻ V3യിലേക്ക് കൊണ്ടുവരിക. കാരണം V3യിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങളുണ്ട്. അടുത്ത ഡിഗ്രി 3 വന്നു, പിന്നെ അതേപോലെ തന്നെ വീണ്ടും അഡ്ജസൻസി കൊണ്ടുവന്ന ഡിഗ്രി 3 വരാൻ പറ്റിയ D എന്ന് പറഞ്ഞ വെർട്ടെക്സ് ഉണ്ട്. V3 ആൻഡ് V4 കണ്ടോ, V3യും V4 എടുക്കുക. V4ന്റെ ഡിഗ്രി നോക്കി 3 അല്ല വന്നേക്കണേ. അപ്പൊ D എന്ന് പറയുന്നത് V4ന് നേരെ വരുന്നത്. ഓക്കെ, E എന്ന് പറയണപ്പോ എന്തായിരിക്കും, V5 ആയിരിക്കും. അപ്പോ വേർട്ടീസസിന്റെ ഈ ലൈനിൽ തന്നെ കറസ്പോണ്ടൻസ് വരുന്നുണ്ട്. The edges 1, 2, 3, 4, 5 and 6 corresponds to E1, E2, E3, E4, E5 and E6 respectively. So what it is very clearly mentioned in a single line that the 1-to-1 correspondence relation between the vertices of the graph G1 and the graph G2 here. Okay, very clearly mentioned in the first line, the vertex.
For the case of an edge is also mentioned in the second line that. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു പോയേക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ചെക്ക് ചെയ്യുന്ന കേസിലല്ല, ഇവിടെ ഡയറക്റ്റ് ഷോ ദാറ്റ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി അപ്പോൾ ഐസോമോർഫിസത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഐസോമോർഫിസം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്പർ ഓഫ് വേർട്ടീസസ് സെയിം ആണെന്ന് നോക്കുക, നമ്പർ ഓഫ് എഡ്ജസ് സെയിം ആണെന്ന് നോക്കുക, ഡിഗ്രി സീക്വൻസ് സെയിം ആണെന്ന് നോക്കുക, ആൻഡ് മോർ ഓവർ the one-to-one correspondence relation between the vertex set of the first graph to the vertex set of the second graph, and also the same correspondence relation between the edge set of the first graph to the second graph. Okay, so that's all. Thank you so much.